ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ക്രിട്ടിക്കൽ ടെക് ഗോ ചാർട്ടിംഗ് പവേർഡ് ബൈ മല്ലു മാർക്കറ്റ് പ്രൊഫൈൽ വീക്ക്ലി ആൻഡ് പ്രീ മാർക്കറ്റ് റിപ്പോർട്ടിലേക്ക് ഏവർക്കും സ്വാഗതം. സോ നമ്മുടെ മാർക്കറ്റ് നിങ്ങൾ നോക്കിയാൽ അറിയാൻ പറ്റും, ഒരു സ്ട്രക്ചേർഡ് ആയിട്ടുള്ള രീതിയിൽ നല്ല പോകുന്നത്. കഴിഞ്ഞ ഒരാഴ്ച നിങ്ങൾ നോക്കിയാൽ നിഫ്റ്റി പ്രത്യേകിച്ച് പറഞ്ഞാൽ ഈ ഒരു ബാലൻസിന്റെ സോൺ കട്ട് ചെയ്തിട്ട് നമ്മുടെ ഈ കഴിഞ്ഞു പോയ ട്യൂസ്ഡേയിലായിരുന്നു നമ്മുടെ മാർക്കറ്റ് താഴേക്ക് വന്നത്. സോ ഈ താഴേക്ക് വന്നിട്ട് ഒരു ബി ഷേപ്ഡ് പ്രൊഫൈൽ വന്നതിന് ശേഷം ആ ബിയുടെ ലോവർ ലെവൽ കട്ട് ചെയ്ത് ഈ ബി ട്രേഡ് സെറ്റപ്പ്, മാർക്കറ്റ് പ്രൊഫൈൽ ഏറ്റവും വലിയൊരു ഇമ്പോർട്ടൻറ്റ് ട്രേഡ് സെറ്റപ്പാണ് ബി പ്രൊഫൈലിലെ ട്രേഡ് സെറ്റപ്പ്. ആ ട്രേഡ് സെറ്റപ്പ് ആക്റ്റീവായി ടാർഗറ്റ് തന്ന് മാർക്കറ്റ് അവിടെ കിടന്ന് കളിക്കുന്നതല്ലാതെ വേറെ ഒരു സ്ഥലത്തും മാർക്കറ്റ് പോകുന്നില്ല. ഇപ്പോൾ ഒരു സിനാരിയോ എന്ന് പറഞ്ഞാൽ മാർക്കറ്റ് ഒരു തലേദിവസം മാർക്കറ്റ് ഗ്യാപ് ഡൗൺ ഓപ്പണിംഗ് വരും, തിരിച്ച് റിവേഴ്സ് ചെയ്ത് മാർക്കറ്റ് കയറും, പിറ്റേ ദിവസം വീണ്ടും ഒരു ഗ്യാപ് ഡൗൺ ഓപ്പണിംഗ് വരും, തിരിച്ച് വീണ്ടും റിവേഴ്സ് ചെയ്ത് കയറും, തിരിച്ച് വീണ്ടും ആ ഗ്യാപ് ഡൗൺ ഓപ്പണിംഗ് വരും. അങ്ങനെ ആ ഒരു പാറ്റേൺ ആയിരുന്നു കൃത്യമായി നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും. കഴിഞ്ഞ ബുധനാഴ്ചയിൽ മാർക്കറ്റ് എന്ത് ചെയ്തു, ഗ്യാപ് ഡൗൺ ഓപ്പൺ ചെയ്ത് താഴേക്ക് വന്ന് അല്ല സെയിം ഏരിയയിൽ ഓപ്പൺ ചെയ്തു, താഴേക്ക് പോയി, വൈകിട്ടായപ്പോൾ തിരിച്ച് കയറി. അതിനുശേഷം എന്ത് പറ്റി, വ്യാഴാഴ്ച അതേപോലെ മാർക്കറ്റ് താഴേക്ക് വന്നു, തിരിച്ച് വീണ്ടും കയറി. ഇന്നലെ എന്ത് ചെയ്തു, മാർക്കറ്റ് സെയിം സ്ട്രക്ചറിൽ ഓപ്പൺ ചെയ്തു, തിരിച്ച് താഴേക്ക് ഇറങ്ങി, വീണ്ടും കയറി. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ മാർക്കറ്റിനെ സംബന്ധിച്ചൊരു ഒരു പാറ്റേൺ ഇങ്ങനെ വരുന്നുണ്ട്. ഓപ്ഷൻസ് മാർക്കറ്റ് ചത്തു. ഈ പാറ്റേൺ കാരണം എന്ത് പറ്റി, ഓപ്ഷൻസിന്റെ മാർക്കറ്റ് ചാവുന്നു. അതായത് പുട്ട് കോളും പ്രൈസ് അങ്ങോട്ട് മൂവ് ചെയ്യാതെ ഒരു സ്ട്രക്ചേർഡ് ആയിട്ടുള്ള രീതിയിൽ വൃത്തികെട്ട രീതിയിലേക്ക് മാർക്കറ്റ് അങ്ങ് പോകുന്നു. പ്രൈസ് നമ്മൾ മൂവ് ചെയ്യും എന്ന് പ്രതീക്ഷിച്ചിരിക്കുന്ന സമയത്ത് ഈ പ്രൈസിന്റെ മൂവ്മെന്റ് നമ്മളെ മാർക്കറ്റ് തരുന്നില്ല. അതാണ് ഞാൻ പറഞ്ഞ സ്റ്റോപ്പ് ഓപ്ഷൻ ട്രേഡിംഗ് എന്ന് പറഞ്ഞാൽ. ഇൻഡെക്സ് ആണ്, അതായത് നിഫ്റ്റി, ബാങ്ക് നിഫ്റ്റി, സെൻസെക്സ് ട്രേഡ് ചെയ്യുന്ന ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ ദയവ് ചെയ്ത് അതിനങ്ങ് അടച്ചു കൂട്ടി കയ്യിൽ വെച്ചിട്ട്, ഇപ്പോൾ വരും CAS എഫക്റ്റ് ഒക്കെ ഉള്ളതുകൊണ്ട് സെൻസെക്സിലെ ഓപ്ഷൻ 2 രൂപയുടെ ഓപ്ഷൻ 100 രൂപ ആവുന്നുണ്ട്. പക്ഷെ അത് ആര് ക്യാപ്ചർ ചെയ്യുന്നുണ്ട്, അത് ആ സൈഡിലേക്ക് വരുമോ നിങ്ങൾക്ക് എങ്ങനെ അറിയാൻ പറ്റുന്നുണ്ട്? സോ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഇൻഡെക്സിലുള്ള ഒരു ഓപ്ഷൻ ട്രേഡിങ് തൽക്കാലത്തേക്ക് ഒന്ന് സ്റ്റോപ്പ് ചെയ്യുക. മാർക്കറ്റിൽ നല്ലൊരു വോളിയം വരുന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ എടുക്കുക. അതിന് ഞാനൊരു ഹിന്റ് തരാം. അതായത് നമുക്ക് ഓരോ 5 മിനിറ്റ്സിലും നിഫ്റ്റിക്ക് വേണ്ട വോളിയം ഒരു 1500 ലോട്ട് മിനിമം വേണം. അപ്പം നമുക്ക് ആദ്യത്തെ 1 മണിക്കൂർ എന്ന് പറഞ്ഞാൽ നമ്മുടെ IB ഇനിഷ്യൽ ബാലൻസിന്റെ ടൈം പീരീഡിൽ അപ്പോൾ 5 ഇൻറ്റു നമുക്ക് എത്രയാണ്, 6 ക്യാൻഡിൽ വരും, മൊത്തം 12 ക്യാൻഡിൽ. അപ്പോൾ 1500 ഇൻറ്റു 12 എന്ന് പറയുമ്പോൾ ഏകദേശം 18,000 ലോട്ട് മിനിമം ട്രേഡ് വന്നെങ്കിൽ മാത്രമേ മാർക്കറ്റിൽ ഒരു മൂവ്മെന്റും തരാനുള്ള ഒരു വോളിയം മാർക്കറ്റിലേക്ക് എൻ്റർ ആയി എന്ന് നമുക്ക് അറിയാൻ പറ്റുള്ളൂ. അതിനുവേണ്ടി നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ ഓർഡർ ഫ്ലോ നോക്കുന്ന സമയത്ത് നമുക്ക് ഓർഡർ ഫ്ലോയ്ക്കകത്ത് കൃത്യമായിട്ട് നമുക്ക് അത് അറിയാൻ പറ്റും. ഓർഡർ ഫ്ലോയ്ക്കകത്ത് കൃത്യമായിട്ട് ആ വോളിയത്തിന്റെ പാരാമീറ്റർ അറിയാൻ പറ്റും. അങ്ങനെ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നിങ്ങൾ ഫ്രൈഡേ നോക്കൂ. ഇതാണ് നമ്മൾ ഫ്രൈഡേ മാർക്കറ്റ് സംഭവിച്ചത്. ഫ്രൈഡേയിൽ മാർക്കറ്റ് ആദ്യത്തെ അരമണിക്കൂറുള്ള വോളിയം 5048, അതിന്റെ അടുത്ത അരമണിക്കൂറുള്ള വോളം 1579. ചുരുക്കി പറഞ്ഞാൽ 18,000 ലോട്ട് സൈസ് വരേണ്ട സ്ഥാനത്ത് നിഫ്റ്റിയിൽ വന്ന വോളിയം എന്ന് പറഞ്ഞാൽ 6,600 ലോട്ട്. നിങ്ങൾ ആലോചിച്ച് നോക്ക്, അതിന്റെ മൂന്നിലൊന്ന് സൈസിലാണ് മാർക്കറ്റ് താഴേക്ക് വരുന്നത് അല്ലെങ്കിൽ മുകളിലോട്ട് പോകണം. അപ്പോൾ എന്താണ്, വോളിയം ഇല്ലാതെ മാർക്കറ്റ് മുകളിലോട്ടോ താഴോട്ടോ പോയി കഴിഞ്ഞാൽ അത് സസ്റ്റെയിൻ ചെയ്യാനുള്ള ചാൻസ് മാർക്കറ്റിൽ കാണുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു സ്ട്രക്ചർ ഒരു ഹിന്റ് ആയിട്ട് നിങ്ങൾക്ക് തന്നത്. അപ്പം ഓർഡർ ഫ്ലോയ്ക്കകത്ത് ഇപ്പം ഗോ ചാർട്ടിങ്ങിൽ ഒരു 40% ഓഫർ റൺ ആവുന്നുണ്ട്. അതായത് നിങ്ങൾ ഇയർലി പാക്ക് നിങ്ങൾ എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് 40% ഓഫറിൽ നിങ്ങൾക്ക് കിട്ടും. അതിന്റെ ലിങ്ക് ആൾറെഡി ഉള്ളതാണ്. അതിൽ എൻ്റെ ഒരു ഗ്രേറ്റ് ഈഗിൾ എന്നൊരു കോഡ് കൊടുത്തിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്ക് 20% എക്സ്ട്രാ കിട്ടാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പം ആ ഒരു ലിങ്ക് ഞാൻ എൻ്റെ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അതുവഴി ഈ ഫ്രീഡം ഓഫർ നിങ്ങൾ എടുക്കാൻ വേണ്ടി മാക്സിമം ശ്രമിക്കുക. ലാഭമാണ് 40% എന്ന് പറഞ്ഞാൽ മന്ത്ലി ഒരു 1,200 രൂപയുടെ കേസ് മാത്രമേ ഉള്ളൂ. സോ അത് ഒറ്റയടിക്ക് കിട്ടുന്നത് 2,000 രൂപ കിട്ടുന്ന സാധനം 1,250 1,300 കിട്ടുമ്പോൾ നിങ്ങളെ സംബന്ധിച്ച് വളരെ ലാഭത്തിലുള്ള സാധനമാണ്. അത് ഫോക്കസ് ചെയ്യുക. ഈ വോളിയം സ്ട്രക്ചർ മാർക്കറ്റിൽ ഇല്ല. അപ്പൊ എന്ത് പറ്റും, ഓപ്ഷൻസിന്റെ മാർക്കറ്റിൽ ഇറാറ്റിക് ആയിട്ടുള്ള മൂവ്മെന്റ് വരും. ഫോർ എക്സാമ്പിൾ നിങ്ങൾ നോക്കി അറിയാൻ പറ്റും, 18 പോയിന്റ് സ്പോട്ട് ബാങ്ക് നിഫ്റ്റിയുടെ സ്പോട്ട് നിങ്ങൾ നോക്കൂ, ഏകദേശം പറഞ്ഞാൽ 144 പോയിന്റ്സ് ആണ് സ്പോട്ട് ഇറങ്ങിയിട്ടുള്ളത്. അതേസമയത്ത് ബാങ്ക് നിഫ്റ്റി ഫ്യൂച്ചർ ഏകദേശം 191 പോയിന്റ്സ് ഇറങ്ങി. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ സ്ട്രക്ചർ ആയിട്ടുള്ള ഒരു വോളിയം പെർസെൻറ്റേജ് നമ്മുടെ മാർക്കറ്റിൽ വരുന്നില്ല. ആ വരാത്തതിന്റെ കാരണം കൊണ്ട് മാർക്കറ്റ് എന്ത് ചെയ്യുന്നു, മാർക്കറ്റിൽ ആ ഒരു മൊമെന്റം ഇല്ലാതെ ഓപ്ഷൻസ് മാർക്കറ്റ് ഡ്രൈ ആയിട്ടിരിക്കുന്ന സമയമാണ്. അപ്പോൾ എന്ത് ചെയ്യുക, നമ്മൾ ഒന്നുകിൽ ട്രേഡിംഗ് ഓപ്ഷൻ സ്റ്റോപ്പ് ചെയ്യുക, അല്ല എങ്കിൽ എന്ത് ചെയ്യുക, ഇക്വിറ്റിയിലേക്കോ അല്ലെങ്കിൽ ഇക്വിറ്റി ഫ്യൂച്ചേഴ്സിലേക്കോ വേണ്ടിയിട്ടോ സ്വിംഗ് ബേസ് ആയിട്ടുള്ള ഒരു സ്റ്റോക്ക് ബേസ് ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെന്റ് രീതിയിലേക്ക് മാറാനുള്ള ശ്രമം നിങ്ങൾ നടത്തണം. എൻ്റെ മെന്ററിങ്ങിലുള്ള ആൾക്കാർക്ക് ഞാനത് പ്രൊവൈഡ് ചെയ്യുന്നതുണ്ട്. ഫോർ എക്സാമ്പിൾ സ്റ്റോക്സ് നോക്കുന്നുണ്ട്, ഞാൻ എടുക്കുന്ന സ്റ്റോക്കുകളൊക്കെ ഞാൻ പറഞ്ഞു തരാറുണ്ട്. ആ സ്റ്റോക്സ് വെച്ച് നമ്മൾ ട്രേഡ് ചെയ്യാറുണ്ട്.
അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ എന്താണ് കൃത്യമായിട്ട് ആ രീതിയിൽ പോകുന്നുണ്ട്. നമ്മളെ സംബന്ധിച്ച് ആ ഒരു സ്ട്രക്ചർ കൃത്യമായിട്ട് മാർക്കറ്റിൽ വരുന്നുണ്ട്. അപ്പം ഒരു എന്തുവാണ് ട്രേഡ് ചെയ്യുന്നില്ല? ഇല്ല. എന്നാ സേഫായിട്ട് ഇരിക്കുന്നു? ഉണ്ടോ? ആ ഒരു രീതി കൾച്ചറൽ സിസ്റ്റത്തിൽ നമ്മൾ പൊക്കോണ്ടിരിക്കുന്ന ഒരു അവസ്ഥയാണ് ഇപ്പോഴത്തെ മാർക്കറ്റിൽ പറയുന്നത്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ കഴിഞ്ഞ ഒരാഴ്ചയിൽ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മളെ മാർക്കറ്റിൽ അങ്ങനെ സ്ട്രക്ചേർഡ് ആയിട്ടുള്ള വോളിയം ഒന്നും കാണുന്നില്ല. അതായത് വിത്തൗട്ട് വോളിയം. അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണം ഡെയിലി ക്യാൻഡിൽ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾ ഒരാഴ്ച നോക്ക് നിങ്ങൾ നിഫ്റ്റി ഇതാണ് നമ്മുടെ ഫ്രൈഡേ കഴിഞ്ഞത്. മൺഡേയിൽ 17,000, 25,000, 46 ആ ദിവസങ്ങളിൽ നമ്മളെ ബി പീരീഡിന്റെ മാർക്കറ്റ് പ്രൊഫൈൽ പ്രകാരമുള്ള ബി ട്രേഡ് സെറ്റപ്പ് ആക്റ്റീവ് ആയിട്ട് ആ ടാർഗറ്റ് തന്നു. അതിനുശേഷം എന്തായി 21,025. ചുരുക്കി പറഞ്ഞാൽ മാർക്കറ്റിൽ വോളിയം ഇല്ല. 25,000 ലോട്ടൊക്കെ നിഫ്റ്റിക്ക് വോളിയം നടക്കാന്ന് പറഞ്ഞാൽ എന്ത് വൃത്തികെട്ട വോളിയമാണ്. അപ്പോൾ ഇതനുസരിച്ച് പെരുമാറുന്ന ഓപ്ഷൻസിന്റെ മാർക്കറ്റ് മൂവ് ചെയ്യോ? മാർക്കറ്റ് മൂവ് ചെയ്യില്ല. ആ ഒരു സ്ട്രക്ചറിൽ പോകുന്നത് കൊണ്ട് നമ്മളെ നമ്മളെ സംബന്ധിച്ച് ആ ഒരു സ്ട്രക്ചർ കൃത്യമായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാനുള്ള ഒരു ആവശ്യം നിങ്ങളുടെ മനസ്സിൽ കൃത്യമായിട്ട് ഫോക്കസ് ചെയ്യുക. ഇതാണ് എനിക്ക് കൃത്യമായിട്ട് പറയാനുള്ള ഒരു സ്ട്രക്ചേർഡ് ആയിട്ടുള്ള ഒരു കാര്യം. സോ വോളിയം ഈ പറഞ്ഞ വോളിയം അതായത് 18,000 വോളിയം വേണ്ട സാധനത്ത് അറ്റ്ലീസ്റ്റ് ഒരു 14,000 അല്ലെങ്കിൽ 15,000 വോളിയമെങ്കിലും ഉണ്ടെങ്കിൽ മാത്രമേ മാർക്കറ്റിൽ ആ സ്ട്രക്ചർ ബിഹേവ് ചെയ്യാനുള്ള ചാൻസ് ഉള്ളൂ. അപ്പോൾ ചുരുക്കി പോയാൽ കഴിഞ്ഞ വീക്ക്ലി സ്ട്രക്ചർ നിങ്ങൾ നോക്കുകയാണെങ്കിൽ നമ്മളെ ഇതിപ്പോൾ ഞാനിത് എന്നെ അൺബർജ് ചെയ്ത് കാണിക്കുമ്പോൾ അറിയാൻ പറ്റും. നമ്മളെ വീക്ക്ലി സ്ട്രക്ചറിൽ കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ ഇത് നമ്മുടെ മൺഡേയിൽ ഒരു മിനിറ്റ് നമ്മൾ ഇത് മൺഡേ അല്ല. ഓക്കെ, നമ്മളെ മൺഡേയിലെ പ്രൊഫൈലാണ്. ഈ മൺഡേയുടെ പ്രൊഫൈൽ എന്ന് പറയുമ്പോൾ ആക്ച്വലി ഒരു ഒരു ബാലൻസ്ഡ് പ്രൊഫൈലായിട്ട് വന്നിട്ട് താഴേക്ക് ഇറങ്ങി ഒരു ട്രെൻഡ് ഡൗൺ ആയ ഒരു വീക്കാണ് നിഫ്റ്റിയെ സംബന്ധിച്ച് ഈ വീക്കിലി സ്ട്രക്ചറുള്ളത്. അപ്പം എന്താണ് ഒരു ട്രെൻഡിങ് ഡൗൺ ആയ ഒരു വീക്കാണ് മാർക്കറ്റ്. നമ്മുടെ ക്ലോസ് പക്ഷേ ഓൾമോസ്റ്റ് പി ഒ സി 24,354 ഭാഗത്ത് തന്നെയാണ് പി ഒ സി വന്നിട്ടുള്ളത്. ആ ഭാഗത്ത് തന്നെയാണ് മാർക്കറ്റ് ക്ലോസും ചെയ്തിട്ടുള്ളത്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ കഴിഞ്ഞ വീക്കായ ഈ വീക്ക് ഏതാണ് നമ്മളെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ നമ്മൾ വീക്ക് ഏതായിരിക്കും? വീക്ക് എന്ന് പറയുമ്പോൾ ഈ ഈ ഒരു വീക്ക് ഉണ്ടല്ലോ 27 ജൂലൈയുടെ ആ ഒരു വീക്കിന്റെ പി ഒ സി ആയ 24,263ന്റെ ഭാഗത്ത് നിഫ്റ്റിയിൽ സപ്പോർട്ടുണ്ട്. ആ 24,263 പൊട്ടയാണെങ്കിൽ മാത്രം സെല്ലിംഗ് വന്ന് ഈ ഒരു ഗ്യാപ്പ് അപ് ടു 24,000 ഭാഗം വരെ 24,000ന്റെ ഭാഗം വരെ ഉള്ള ഒരു ഗ്യാപ്പ് ഈ 24,260 പൊട്ടയാണെങ്കിൽ 24,138, 24,000 എന്ന് പറഞ്ഞ ഈ ഒരു ഗ്യാപ്പിന്റെ ഭാഗത്തേക്ക് മാർക്കറ്റ് വരാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. ഇതാണ് എനിക്ക് പറയാനുള്ളത്. ഇല്ല 24,470 മുകളിൽ സ്പോട്ട് സസ്റ്റെയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ കഴിഞ്ഞ മന്തിന്റെ വീക്കിന്റെ പി ഒ സി ആയ 24,585ഉം അതിന് മുകളിൽ ഈ വാല്യൂ ഏരിയ ഹൈ കഴിഞ്ഞ വീക്കിന്റെ വാല്യൂ ഏരിയ ഹൈ ആയ 24,658ന്റെ ഭാഗത്തേക്ക് മാർക്കറ്റ് സ്ട്രക്ചറൈസ് ചെയ്ത് പോകാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഇതാണ് എനിക്ക് മാർക്കറ്റ് പ്രൊഫൈൽ വെച്ചുള്ള ഒരു ലെവൽ ഒരു ട്രെൻഡിങ് ഡൗൺ വേണമെങ്കിൽ ട്രെൻഡ് അല്ല ഒരു നോർമൽ വേരിയേഷൻ ഡൗൺ വീക്കായിട്ടാണ് നമ്മളെ ഈ കഴിഞ്ഞുപോയ വീക്ക് വന്നേക്കുന്നത്. ഏകദേശം അവിടെ തന്നെയാണ് പി ഒ സി മാർക്കറ്റിൽ ക്ലോസ് ചെയ്തേക്കുന്നത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? നാളത്തേക്ക് വേണ്ടിയിട്ടുള്ള ലെവൽ ട്രേഡിങ്ങിന്റെ ലെവൽസ് ഒന്ന് വരച്ച് വെച്ചിട്ട് ബാക്കി നോക്കാം. സോ ഈ കഴിഞ്ഞു പോയ ദിവസത്തിൽ നിഫ്റ്റി 2 ദിവസം ഒരേ ഒരു ന്യൂട്രൽ ഡേ ആയിട്ടാണ് നിഫ്റ്റി വന്നേക്കുന്നത്. എന്താണ് നിഫ്റ്റി ഒരു ന്യൂട്രൽ ഡേ ആയിട്ടാണ് അവസാനിച്ചേക്കുന്നത്. പി ഒ സി 24,355ന്റെ ഭാഗത്തൊക്കെ തന്നെയാണ് പി ഒ സി. ചുരുക്കി പറഞ്ഞ് നിങ്ങൾ നോക്കിയാൽ അറിയാൻ പറ്റും പി ഒ സികൾക്കൊന്നും ഒരു മാറ്റമില്ല. 24,355 നേരത്തത് 352 ആയിരുന്നു. അതിനെടുത്ത് 355ന്റെ ഭാഗത്തേക്ക് ഞാനൊന്ന് മാറ്റി. അത്ര മാത്രമേ ഉള്ളൂ. എൻ്റെ ബെയറിഷ് റെഫറൻസ് ഇപ്പോഴും സെയിം ആണ്. 24,300 പൊട്ടിയാൽ മാത്രമേ സെല്ലിങ്ങിനെ കുറിച്ച് ചിന്തിക്കാവുള്ളൂ. 24,258, 24,200, 24,135ന്റെ ഭാഗത്തേക്ക് വരാം. ഇല്ല ഇനി അപ്സൈഡ് എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞു 24,485 മുകളിൽ. അതിപ്പോൾ ഞാൻ അതിനെ കട്ട് ചെയ്ത് ഈ ഒരു ജെ പീരീഡിന്റെ ലോ അല്ലെങ്കിൽ ഈ ഒരു ഭാഗത്തേക്ക് ഞാൻ മാറ്റി 24,436 കട്ട് ചെയ്താൽ എന്നെ സംബന്ധിച്ച് മാർക്കറ്റ് പോകും. എത്രയാണ്? 24,436 മുകളിൽ ഒരു ബൈയെ കുറിച്ച് ചിന്തിക്കാം. ഫസ്റ്റ് ടാർഗറ്റ് 24,485ന്റെ ഭാഗത്തേക്ക് വരാം. സെക്കൻഡ് ടാർഗറ്റ് 24,530 24,530യുടെ ഭാഗത്തേക്ക് വരാനും അതിന് മുകളിൽ നിൽക്കുകയാണെങ്കിൽ 24,000 നമ്മൾ എത്രയാണ് 24,588 24,588ന്റെ ഭാഗത്ത്. ഇതാണ് എനിക്ക് നിഫ്റ്റിയെക്കുറിച്ച് പറയാനുള്ള അപ്സൈഡ് റെഫറൻസ് ലെവൽ. അപ്പം കൃത്യമായിട്ട് മാർക്കറ്റ് ഫോക്കസ് ചെയ്ത് ട്രേഡ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ഒരു ന്യൂട്രൽ ഡേ ആയതുകൊണ്ട് ഈ മൺഡേ ഈ കഴിഞ്ഞു പോയ ഇന്നലത്തെ ഫ്രൈഡേയുടെ ഹൈയോ ലോയോ മാർക്കറ്റ് പൊട്ടുകയാണെങ്കിൽ ഒരു ഹെവി ആയിട്ടുള്ളൊരു മൊമെന്റം അപ്സൈഡോ ഡൗൺ സൈഡോ വരാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. ന്യൂട്രൽ ഡേ സ്ട്രക്ചർ ഫോളോഡ് ബൈ എ ട്രെൻഡ് എന്നാണ് മാർക്കറ്റ് പ്രൊഫൈൽ കൃത്യമായിട്ട് പറയുന്നത്. അത് ഫോക്കസ് ചെയ്യാൻ വേണ്ടി മാക്സിമം റെഡിയാക്കുക. അത് വെച്ച് നിങ്ങൾ ട്രേഡ് ചെയ്യാനുള്ള ഒരു കൃത്യമായ അനലൈസും നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ടി വരും. ഇനി നമുക്ക് എന്ത് ചെയ്യാം? ബാങ്ക് നിഫ്റ്റിയുടെ നാളത്തേക്കുള്ള ലെവൽസ് വരച്ചിട്ട് നമുക്ക് വീക്കിലി അനലൈസിലേക്ക് പോകാം.
സോ ബാങ്ക് നിഫ്റ്റി നോക്കിക്കഴിഞ്ഞാൽ ഒരു ORR ഡൗൺ എന്ന രീതിയിലാണ് ബാങ്ക് നിഫ്റ്റി. എത്രയാണ്? ഒരു ഓപ്പൺ റിജക്ഷൻ ഡൗൺ ആയിട്ട് വന്ന ബാങ്ക് നിഫ്റ്റിയാണ്. തിരിച്ച് വന്ന് POCയുടെ ഭാഗത്തൊക്കെ തന്നെ ആശാൻ ക്ലോസ് ചെയ്തിട്ടുണ്ട്. POC വന്നേക്കുന്നത് ഒരു ഓപ്പൺ ഓപ്ഷൻ ORR ഡൗൺ ആണ്. ഒരു നോർമൽ ബാലൻസ് ഡേ ആയിട്ടാണ് ബാങ്ക് നിഫ്റ്റി ബാങ്ക് നിഫ്റ്റി ക്ലോസ് ചെയ്തിരിക്കുന്നത്. 57,472ന്റെ ഭാഗത്താണ് POC. എത്രയാണ്? 57,400 57,472ന്റെ ഭാഗത്തേക്ക് ആ POC ഞാൻ ഒന്ന് കൊണ്ടുവന്നു. പിന്നെ നമ്മളെ ബെയറിഷ് റഫറൻസ് എന്ന് പറയുമ്പം ഇനി നോക്കുകയാണെങ്കിൽ 57,310 അല്ല നമ്മൾ എടുക്കേണ്ടത്. ഞാൻ ആ ബെയറിഷ് റഫറൻസ് ഒന്ന് മാറ്റി 57,300 എത്രയാണ്? 57,350 താഴെയാണ്. 57,350 താഴെയാണ് ഞാൻ സെല്ലിങ്. 57,350ക്ക് താഴെ ഒരു സെല്ലിംഗ് ഉണ്ട്. സോ ഫസ്റ്റ് ടാർഗറ്റ് 57,237 എന്ന് പറഞ്ഞ നമ്മളെ വാല്യൂ ഏരിയ. അത് തൊട്ടടുത്താണ്. 57,237ന്റെ ഭാഗത്തേക്ക് വരാം. അതിന് താഴെ സസ്റ്റെയിൻ ചെയ്യുന്നുണ്ടുമ്പോൾ 57,230 അടുത്ത ഏതാണ്? 57,135 എത്രയാണ്? 57,135ന്റെ ഭാഗത്തേക്കും അതിന് താഴെ സസ്റ്റെയിൻ ചെയ്യുന്നെങ്കിൽ 56,965ന്റെ ഭാഗത്തേക്കും വരും. ഇതാണ് എനിക്ക് ഡൗൺ സൈഡ് ആയിട്ടുള്ള ഒരു റെഫറൻസ് ലെവൽ വരയ്ക്കേണ്ടത്. ഇനി അപ്പ് സൈഡ് എന്ന് പറയുമ്പം ഞാൻ ഇനി 57,700 മുകളിൽ എത്രയാണ്? 57,700 മുകളിൽ മാത്രമേ ഞാനൊരു ബൈയെ കുറിച്ച് ചിന്തിക്കുന്നുള്ളൂ. ആ ബൈ എങ്ങോട്ട് പോവാം? ഫസ്റ്റ് ടാർഗറ്റ് 57,902ന്റെ ഭാഗത്ത്. എത്രയാണ്? 57,902ന്റെ ഭാഗത്തേക്ക്. സെക്കൻഡ് 58,075 നമ്മുടെ ഒരു പഴയൊരു FA പോയിന്റ് ആണ്. അവിടത്തേക്ക് വരാം 75. അതിന് മുകളിൽ 58,265. എത്രയാണ്? 58,205. ഇതാണ് എനിക്ക് ബാങ്ക് നിഫ്റ്റിയെ കുറിച്ച് പറയാനുള്ള അപ്സൈഡ് റെഫറൻസ് ലെവൽ. കൃത്യമായിട്ടൊന്ന് മാർക്ക് ചെയ്യുക. ഒരു ബാലൻസ് ഡേ ആയതുകൊണ്ട് ന്യൂട്രലിന്റെ അത്ര എഫക്റ്റ് ഇല്ല ബാങ്ക് നിഫ്റ്റിക്ക്. പക്ഷേ ഒരു ബാലൻസ് സ്ട്രക്ചർ ഫോം ചെയ്യുന്നുണ്ട്. സോ നമ്മൾ മെർജ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോക്കുമ്പോൾ അറിയാൻ പറ്റും. നമ്മുടെ ബാങ്ക് നിഫ്റ്റി ഒരു ഫ്രൈഡേയിൽ ഒരു ബി ഷേപ്ഡ് പ്രൊഫൈലായിരുന്നു. അത് പൊട്ടി താഴേക്ക് തന്നു. ഒരു പെർഫെക്റ്റ്ലി ഒരു ബാലൻസ് ഒരു ചെറിയൊരു നോർമൽ വേരിയേഷൻ ഡൗൺ ഡേ വീക്കായിട്ടാണ് ബാങ്ക് നിഫ്റ്റി നമ്മുടെ വീക്കിലി സ്ട്രക്ചറിൽ ക്ലോസ് ചെയ്തേക്കുന്നത്. സോ അവ നോക്കിക്കഴിഞ്ഞാൽ ഈ കഴിഞ്ഞു പോയ വാല്യൂ ഏരിയ ഈ ഏത് ദിവസം 27 ജൂലൈയുടെ വാല്യൂ ഏരിയ ഹൈക്ക് മുകളിൽ ക്ലോസ് ചെയ്തിട്ടുണ്ട്. എന്നാൽ ഈ കഴിഞ്ഞ വീക്കിന്റെ POC ആയ 57,800 നിന്ന് താഴെ ക്ലോസ്. ചുരുക്കി പറഞ്ഞാൽ 57,280നും 57,800നും ഇടയ്ക്കുള്ള ഒരു ബാലൻസ് ആണ് കൃത്യമായിട്ട് ബാങ്ക് നിഫ്റ്റി കീപ്പ് ചെയ്യുന്നത്. സോ 57,800 പൊട്ടയെങ്കിൽ 58,200ന്റെ ഭാഗത്തേക്ക് പോകാനും 57,280 പൊട്ടയാണെങ്കിൽ 56,900ന്റെ ഭാഗത്തേക്കും ബാങ്ക് നിഫ്റ്റി എത്താനുള്ള ചാൻസ് വീക്കിലി ഉണ്ട്. ചുരുക്കി പറഞ്ഞാൽ ഇൻഡെക്സിൽ വോളിയം ഇല്ല. അപ്പം ഈ ഒരു റേഞ്ച് ഇങ്ങനെ തന്നെ മെയിൻറ്റെയിൻ ചെയ്യാനുള്ള ചാൻസ് ആണ് ഞാൻ ഈ മാർക്കറ്റിൽ കാണുന്നത്. അതുകൊണ്ട് കൃത്യമായിട്ട് ഈ റേഞ്ച് ഫോക്കസ് ചെയ്യുക. ഇല്ല എങ്കിൽ അവോയ്ഡ് ചെയ്യാൻ വേണ്ടി മാക്സിമം നിങ്ങൾ ട്രേഡിനെ കുറിച്ച് ചിന്തിക്കുക. ഒരു നോർമൽ ബാലൻസ്ഡ് ആയിട്ടുള്ള ഒരു ചെറിയൊരു വേരിയേഷൻ ഡൗൺവേർഡ് സൈഡ് ബാങ്ക് നിഫ്റ്റി ഉണ്ട്. പക്ഷേ എന്നിരുന്നാൽ കൂടി ഒരു നോർമൽ ആയിട്ട് ഒരു ബാലൻസ് ആയിട്ടുള്ള സ്ട്രക്ചറിലാണ് നമ്മളെ ബാങ്ക് നിഫ്റ്റി കൃത്യമായിട്ട് ക്ലോസ് ചെയ്തിരിക്കുന്നത്. ഇൻസൈഡ് വാല്യൂ ഏരിയ ക്ലോസിംഗ് ആയതുകൊണ്ട് ദാറ്റ് മീൻസ് എന്താണ്? ഏതാണ്? ബോത്ത് പ്ലെയർ ആണ് എന്താണ് ഒരു ഇല്ലാതെ ഒരു മാർക്കറ്റ് ഒരു ബാലൻസ് സ്ട്രക്ചർ മെയിൻറ്റെയിൻ ചെയ്താണ് കൃത്യമായിട്ട് നമ്മുടെ മാർക്കറ്റ് കഴിഞ്ഞ വീക്കിൽ ബാങ്ക് നിഫ്റ്റിയും ക്ലോസ് ചെയ്തിരിക്കുന്നത്. ഇനി നമുക്ക് നോക്കേണ്ടത് മിഡ് ക്യാപ്പിനെ കുറിച്ച് പറയാം. മിഡ് ക്യാപ്പിന്റെ വീക്ക് എന്ന് പറയുമ്പോൾ നമ്മളെ സംബന്ധിച്ച് പറഞ്ഞാൽ വീക്കിലി സ്ട്രക്ചർ നോക്കിക്കഴിഞ്ഞാൽ മിഡ് ക്യാപ്പ് ഒരു ഒരു ഡെയിലി എടുക്കാൻ നമുക്ക് അറിയാൻ പറ്റും. ഒരു സ്ട്രക്ചർ ഇതാണ് നമ്മൾ ഫ്രൈഡേയിൽ മൺഡേ തൊട്ട് നോക്കിക്കഴിഞ്ഞാൽ ഒരു ട്രെൻഡിങ് അപ്പ് അല്ല, ഒരു നോർമൽ വേരിയേഷൻ അപ്പ് ആയിട്ടാണ് നമ്മുടെ മാർക്കറ്റ് നിൽക്കുന്നത്. അതാണ് ഒരു നോർമൽ വേരിയേഷൻ അപ്പ് ആയിട്ടാണ് നമ്മുടെ മാർക്കറ്റ് കൃത്യമായിട്ട് നിൽക്കുന്നത്. വലിയൊരു വീക്ക് നോക്കിക്കഴിഞ്ഞാൽ എന്നാൽ അതും ആലോചിച്ചു നോർമൽ വേരിയേഷൻ അപ്പ് സൈഡ് വന്ന് മാർക്കറ്റ് മുകളിലോട്ട് കയറിപ്പോയി 10,100 ഭാഗം വരെ മിഡ് ക്യാപ്പ് പോയി. എന്നിരുന്നാൽ കൂടി ക്ലോസിംഗ് വന്നിട്ടുണ്ടോ ഇൻസൈഡ് ദ വാല്യൂ ഏരിയ. അപ്പം ചുരുക്കി പറഞ്ഞാൽ മിഡ് ക്യാപ്പിന്റെ പ്രോഫിറ്റ് ബുക്കിങ്ങിന് സമയമായിട്ടുണ്ട്. മാർക്കറ്റ് ഇവിടെ ഒരു ബാലൻസ് കൃത്യമായിട്ട് ക്രിയേറ്റ് ചെയ്ത് പോകുന്നത് കൊണ്ട് മിഡ് ക്യാപ്പിനെ സംബന്ധിച്ച് ഒരു പ്രോഫിറ്റ് ബുക്കിങ്ങിന്റെ സമയമായെന്ന് വേണമെങ്കിൽ എനിക്ക് കൃത്യമായിട്ട് പറയാം. കാരണം അവിടെ ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് കൃത്യമായി നടക്കുന്നുണ്ട്. മിഡ് ക്യാപ്പിൽ നമ്മളെ സംബന്ധിച്ച് ഒരു ബാലൻസ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. സോ 14,920 പൊട്ടയാണെങ്കിൽ മിഡ് ക്യാപ്പ് എങ്ങോട്ട് വരാം? ഈ ഒരു 14,830 800ന്റെ ഭാഗത്തേക്ക് വരാം. 14,800 പൊട്ടയാണെങ്കിൽ മിഡ് ക്യാപ്പ് താഴേക്ക് ഇറങ്ങി 27 ജൂലൈയുടെ POC ആയ 14,668 വരെ വരാനുള്ള ചാൻസ് ഉണ്ട്. ഇനി ഫ്രഷ് ബൈ നിങ്ങൾ മിഡ് ക്യാപ്പിൽ നോക്കണമെങ്കിൽ 15,100ന് മുകളിൽ നിൽക്കണമെങ്കിൽ മാത്രമേ ഒരു ട്രെൻഡ് വീണ്ടും മുകളിലോട്ട് പോയി 15,250 15,500ന്റെ ഭാഗത്തേക്ക് പോകാനുള്ള ചാൻസ് മിഡ് ക്യാപ്പിൽ കാണുന്നുള്ളൂ. പൊതുവേ മിഡ് ക്യാപ്പിലെ ഇൻഡെക്സിലെ സ്റ്റോക്സുകളൊക്കെ നല്ലൊരു ബൈയിങ് കാണുന്നതുകൊണ്ട് അത് കണ്ടിന്യൂ ചെയ്ത് പോവുകയാണെങ്കിൽ മിഡ് ക്യാപ്പ് സ്റ്റോക്സുകളെല്ലാം ബുള്ളിഷ് ആയിട്ട് ഇതിൽ പോകാനുള്ള ചാൻസ് പൊതുവേ ഞാൻ കൂടുതലായിട്ട് പ്രതീക്ഷിക്കുന്നുണ്ട്.
അത് കൃത്യമായിട്ട് നിങ്ങളത് ഫോക്കസ് ചെയ്ത് കൃത്യമായ രീതിയിൽ ട്രേഡ് ചെയ്യാൻ വേണ്ടി മാക്സിമം ശ്രമിക്കുക. ഇതാണ് മിഡ് ക്യാപ്പിനെ കുറിച്ച് പറയാനുള്ളത്. ഒരു വീക്ക്ലി സ്ട്രക്ചറിൽ പെർഫെക്റ്റ്ലി ഒരു ബാലൻസ്ഡ് ആണ്. നോർമൽ വേരിയേഷൻ അപ്പ് ഉണ്ട്. ബാങ്ക് നിഫ്റ്റി നോർമൽ വേരിയേഷൻ ഡൗൺ ആണെങ്കിൽ മിഡ് ക്യാപ്പും നോർമൽ വേരിയേഷൻ അപ്പാണ്. എന്നിരുന്നാൽ കൂടെ ക്ലോസിംഗ് ഇൻസൈഡ് ദ വാല്യൂ ഏരിയ ആയതുകൊണ്ട് ദാറ്റ് മീൻസ് ബാലൻസ് മോഡാണ് ഇപ്പം കണ്ടിന്യൂ ചെയ്ത് പോകാനുള്ള ചാൻസ് ഞാൻ ഇനിയും പ്രതീക്ഷിക്കുന്നത്. ഇനി മിഡ് ക്യാപ്പിന്റെ ലെവൽ പ്രകാരം നമ്മൾ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ നമ്മളെ ഫ്രൈഡേയിലെ മിഡ് ക്യാപ്പ് എന്ന് പറയുമ്പം ഒരു ബി ഷേപ്പ്ഡ് പ്രൊഫൈൽ, ചെറിയൊരു ബി ഷേപ്പ്ഡ് പ്രൊഫൈലാണ്. നോർമൽ വേരിയേഷൻ ഡൗൺ ഡേ ആണ്. പി ഒ സി 14,998 ഭാഗത്തേക്കാണ് പി ഒ സി എത്രയാണ് 14,998 ഭാഗത്തേക്ക് ആ പി ഒ സി വന്നു. 14,998 ഭാഗത്തേക്ക് ആ പി ഒ സി വന്നിട്ടുണ്ട്. എന്നെ സംബന്ധിച്ച് ബെയറിഷ് എന്ന് പറയുമ്പം 14,954 താഴെ ഞാൻ സെല്ലിംഗ് എടുക്കുക. എത്രയാണ് 14,954 താഴെ ഞാൻ ഒരു സെല്ലിങ്ങിനെ കുറിച്ച് ചിന്തിക്കും. ഫസ്റ്റ് 14,900 ഭാഗത്തേക്ക് വരാം. എത്രയാണ് 14,900 ഭാഗത്തേക്ക് വരാനുള്ള ചാൻസ് ഉണ്ട്. സോറി 900 ഭാഗത്തേക്കുണ്ട്. അതിന് താഴെ നിൽക്കുകയാണെങ്കിൽ അടുത്തത് ഈ ജെ പീരീഡിലായ 14,804 ഇവിടുത്തെ ലോ എത്രയാണ് 14,848 എത്രയാണ് 14,848 ഭാഗത്തേക്കും വരാനും, അതിന് താഴെ 14,800 ഭയങ്കര സ്ട്രോങ് സപ്പോർട്ടാണ്. ഈ 14,800 ബാങ്ക് നിഫ്റ്റി മിഡ് ക്യാപ്പ് പൊട്ടുകയാണെങ്കിൽ ഹെവി ആയിട്ടുള്ള സെല്ലിംഗ് താഴേക്ക് വരാനുള്ള ചാൻസ് ഉണ്ട്. ഇനി ബൈയിങ് ഞാൻ എടുക്കുന്നുണ്ടെങ്കിൽ സെയിം ആണ്. 15,100 മുകളിൽ മാത്രമേ ഞാൻ ബൈ എടുക്കുന്നുള്ളൂ. അപ്പോൾ അത് വേണമെങ്കിൽ 15,145, 15,190, 15,225 ഭാഗത്തേക്ക് വരാം. സോ മിഡ് ക്യാപ്പും ബാങ്ക് നിഫ്റ്റിയും എല്ലാം ഒരു പെർഫെക്റ്റ്ലി ഒരു ബാലൻസ് ക്ലോസിംഗ് ആണ് ഈ കഴിഞ്ഞു പോയ വീക്കിൽ തന്നിരിക്കുന്നത്. അതായത് അവരെല്ലാവരും ക്ലോസിംഗ് തന്നിരിക്കുന്നത് എവിടെയാണ്? നമ്മുടെ ഇൻസൈഡ് ദ വാല്യൂ ഏരിയയിലാണ് ക്ലോസ് നിൽക്കുന്നത്. പക്ഷേ നിഫ്റ്റിയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഒരു ഡേഞ്ചറസ് ക്ലോസിംഗ് ആണ് വീക്ക്ലി ബേസിസ് നിഫ്റ്റി തന്നിരിക്കുന്നത്. കാരണം എന്ന് വെച്ചാൽ നിഫ്റ്റിയിൽ എന്താണ് നമ്മുടെ നിഫ്റ്റിയുടെ ക്ലോസിംഗ് എന്ന് പറഞ്ഞാൽ ഈ കഴിഞ്ഞ വീക്കിന്റെ പി ഒ സി ആയ വാല്യൂ ഏരിയ ലോ ആയ 24,439 താഴെയാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. അതൊരു ഡേഞ്ചറസ് ആണ്. അതിന് താഴെ നിൽക്കണമെങ്കിൽ അവനെ സംബന്ധിച്ച് ഈ ഒരു ഗ്യാപ്പ് കണ്ടല്ലോ, ഈ ഒരു ഗ്യാപ്പ് ഫില്ല് ചെയ്യാനുള്ള ചാൻസ് അപ് ടു 24,200 to 150 ഭാഗത്തേക്ക് ബാങ്ക് നിഫ്റ്റി മിഡ് ക്യാപ്പും അല്ല നിഫ്റ്റി വരാനുള്ള ചാൻസ് വളരെയധികം കൂടുതലാണ്. നിഫ്റ്റിയെ സംബന്ധിച്ച് ആ ഒരു ഗ്യാപ്പ് സോൺ നിൽക്കുന്നതുകൊണ്ട് താഴേക്ക് ഇറങ്ങി വരാനുള്ള ചാൻസ് വളരെയധികം മാർക്കറ്റിൽ കൂടുതലാണ്. ഇത് കൃത്യമായിട്ട് ഫോക്കസ് ചെയ്യുക. ഇല്ല എങ്കിൽ നിഫ്റ്റി 24,440 മുകളിലൊരു ക്ലോസിംഗ് വരണം വീക്കിലി ബേസിസിൽ. എന്നാൽ മാത്രമേ ഈ ഡേഞ്ചറസ് സോണിൽ നിന്ന് നമ്മൾ പുറത്തു പോയി എന്ന് എനിക്ക് പറയാൻ പറ്റുള്ളൂ മാർക്കറ്റ് പ്രൊഫൈലിൻ്റെ പ്രകാരം. സോ അതുകൊണ്ട് ഇത് കൃത്യമായിട്ട് ഫോക്കസ് ചെയ്ത് ട്രേഡ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ഈ വരുന്ന സെപ്റ്റംബറിൽ ഓഫ്ലൈൻ ഓൺലൈൻ സെഷൻ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ട്രിവാൻഡ്രത്തും കോട്ടയത്തും ഓഫ്ലൈൻ നമുക്ക് ഒരുമിച്ച് പഠിക്കാം. ലൈവായിട്ടിരുന്ന് മാർക്കറ്റിനെ കുറിച്ച് പഠിക്കാം. നമുക്ക് ഒരുമിച്ച് പ്രാക്ടിക്കൽ നോളജ് ക്രിയേറ്റ് ചെയ്യാം, ട്രേഡ് ചെയ്യാം, ഒരുമിച്ച് കാര്യങ്ങളെക്കുറിച്ച് പഠിക്കാനൊക്കെ ചെയ്യാം. നിങ്ങൾക്ക് ഓഫ്ലൈൻ സെഷനിൽ നിങ്ങൾക്ക് ലൈവായിട്ട് എൻ്റെ കൂടെ ഇരുന്ന് ഒരുമിച്ച് ഫേസ് ടു ഫേസ് കണ്ട് നിങ്ങൾക്ക് ട്രേഡ് ചെയ്ത് പഠിക്കണമെന്ന് താല്പര്യമുണ്ടെങ്കിൽ തമിഴിനെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക. വീഡിയോ കാണുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ ട്രേഡിംഗ് ഫ്രണ്ട്സിന് വീഡിയോ വെച്ച് കൊടുക്കാനും മറക്കാതിരിക്കുക. ഹാപ്പി ട്രേഡിംഗ്, ഹാപ്പി ഡേ ടു ഓൾ മൈ ട്രേഡിംഗ് ഫ്രണ്ട്സ്.